റോസി, നീ എന്തിനാ ഇവിടെ വന്നത്? തേങ്ങ ഉണ്ടോ മാങ്ങ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. നിന്നെ ഇവിടെ ഒന്നും വരരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നീ എന്തിനാ ഇവിടെ വന്നത്? അത് എനിക്ക് വയറ് വിശന്നിട്ട് വയ്യ, ഭക്ഷണം കഴിക്കാനുള്ള സമയമായി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. വല്ലതും കഴിച്ചിട്ട് ഞാൻ ഉടൻ തന്നെ പൊയ്ക്കോളാം. ഇവിടെ ഒന്നും ചുറ്റിക്കറങ്ങി നിൽക്കണ്ട. ഞാൻ നിന്നെ വെളിയിലാക്കിയിട്ടേ ഞാൻ ഇവിടെ അകത്ത് കയറത്തുള്ളൂ. പോകുന്നില്ലല്ലോ. എന്നെ കണ്ടിട്ട് അവന് പേടി മാറിയോ? അതാ വെളിയിൽ പോയി. ടിന എന്തിനാ ഇങ്ങനെ ഇരിക്കണമെന്നറിയോ? അവൻ അപ്പുറത്തെ മുറിയിൽ കുട്ടികളെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് റോസി എടുക്കുമെന്ന് പേടിച്ചിട്ടാ അവൻ അവിടെയും ഇവിടെയും കറങ്ങി റോസിയെ ഇട്ട് ഓടിക്കുന്നത്. റോസി ആണെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. കുട്ടികളെ കാണുമ്പോൾ അവൻ പേടിച്ചോടും. അങ്ങനെ ഉള്ളവനാണ് അവന്. കുട്ടികളെ വന്ന് നോക്കി അപ്പം തന്നെ വീട്ടിന് പുറത്തേക്ക് ചാടി ഓടി. അതിന് പിന്നെ ഇവിടെ വന്നിട്ടേ ഇല്ല. ഇപ്പം ഭക്ഷണം വയ്ക്കുന്ന സമയമായതുകൊണ്ട് അവൻ പതുക്കെ ഒന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വന്നത്. അല്ലെങ്കിൽ ഈ പ്രദേശത്ത് അവൻ വരത്തേ ഇല്ല, ഒളിച്ചിരിക്കും. പിന്നെ ആണെങ്കിൽ ഇവനെ കണ്ടാൽ മതി ഓടിച്ചു വിടാനിരിക്കും. ഇടയ്ക്കിടെ അവൻ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊള്ളും. വന്നാലും ഓടിച്ചു വിടാം. ബ്ലാക്കി ആണെങ്കിൽ ആരെയും ഒന്നും ശല്യം ചെയ്യത്തില്ല, മിണ്ടാതെ ഇരുന്നുള്ളൂ. അതുകൊണ്ട് ബ്ലാക്കിയെ കണ്ട് ആരും പേടിക്കത്തില്ല. അവൻ അങ്ങനെ ഒരിടത്ത് മിണ്ടാതെ ഇരിക്കും. അവൻ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ബ്ലാക്കി ഭക്ഷണം വെച്ചാൽ അവർ കഴിച്ചിട്ട് അങ്ങനെ പോവും. വയ്ക്കുന്ന സമയം അവർക്കറിയാം. അതിനും ഒരു 10 മിനിറ്റിന് മുമ്പ് ഇവിടെ കറങ്ങാൻ തുടങ്ങും. അതിനുവേണ്ടിയാണ് റോസി ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ടിന എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്ന് ഇരിക്കുന്നത് കണ്ട. ഇവൻ അവനെ കണ്ട് പേടിയ, ഇവൻ കുട്ടികളെ എടുക്കുമോന്ന് പേടി. ഇങ്ങനെ രണ്ടുപേരും മറ്റൊരാളെ കണ്ട് പേടിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പൊ റോസി അങ്ങനെ നോക്കിയപ്പം തന്നെ ഇവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണം, നമ്മൾ ചെന്ന് ഒളിച്ചിരിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഒളിച്ചിരിക്കുന്നു. ബ്ലാക്കിക്ക് ഇതൊന്നും കാര്യമില്ല. അവൻ്റെ പാട്ടിൽ അങ്ങനെ നോക്കി എന്തൊക്കെ സംഭവിക്കണം നോക്കിക്കൊണ്ടിരിക്കുന്നു.